സിദ്ധാർത്ഥിന് ഒരു പണി കിട്ടിയെന്ന് കേട്ടായിരുന്നല്ലോ. കിട്ടി. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥ്, വെൽക്കം. സിദ്ധാർത്ഥിന് ഒരു പണി കിട്ടിയെന്ന് കേട്ടായിരുന്നല്ലോ. കിട്ടി. എവിടെയാണ് കിട്ടിയത്? ടെക്നോ പാർക്കിലാണ് കിട്ടിയത്. ഓക്കെ. സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം കറന്റ്. ജനുവരിയിൽ അവർ ലോഞ്ച് ആവുക. ഓക്കെ. സിദ്ധാർത്ഥ് അൺലേണിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ സിദ്ധാർത്ഥിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ അൺലേൺ വരുന്ന മുമ്പ് ഒരു ബികോം ഗ്രാജുവേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ടാലി GST കോഴ്സ് ചെയ്തു. ആൻഡ് ഒരു 6-7 മന്ത്സോളം എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോഴ്സും ചെയ്തില്ല. ഇങ്ങനെ കുറച്ച് അടുത്ത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് ഞാൻ ആക്സിഡൻ്റലി സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിനെ പറ്റി അറിയുന്നത്. ഓക്കെ. അപ്പോൾ അഫ്കോഴ്സ് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ റീൽസൊക്കെ കണ്ട് ചുമ്മാ ഇരിക്കുമല്ലേ, അങ്ങനെ ഇതിനെപ്പറ്റി അപ്പോൾ ഇതുവഴി ക്യാഷ് ഏൺ ചെയ്യാം എന്നൊരു കരിയർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി. അതിനെപ്പറ്റി തിരക്കുന്ന സമയത്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയേ ഇതിൽ വരാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ ആക്സിഡൻ്റലി ഞാൻ അൺലേണിൻ്റെ ഒരു റീല് കണ്ടു, മാർക്കറ്റിംഗ് അങ്ങനെ കണ്ടു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, ഞാൻ ഡയറക്റ്റ്ലി വന്ന് തിരക്കി. സിദ്ധാർത്ഥ് എവിടെ താമസിക്കുന്നത്? ഞാൻ ശംഖുമുഖം. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ. ഞാൻ വന്ന് തിരക്കിയപ്പോൾ എന്നോട് ഫസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അങ്ങനെ ഞാൻ വന്നു. എനിക്ക് അഫ്കോഴ്സ് എനിക്ക് സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പം പറയും സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് ആയിട്ട് മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കവർ ചെയ്യാം. അങ്ങനെ വന്നു, പഠിച്ചു, ഇപ്പോൾ പണി. ഇപ്പോൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഈ അൺലേൺ എന്നൊരു സ്ഥാപനത്തിലേക്ക് വരുന്ന ടൈമിൽ ഒരു ജോബ് കിട്ടുന്ന ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു? സ്കോപ്പ് എനിക്ക് സോഷ്യൽ മീഡിയ ഇൻട്രസ്റ്റ്, അപ്പോൾ അതുവഴി എനിക്ക് ജോബ് കിട്ടണം എന്നൊരു ഇതിലാണ് വന്നത്. ഇവിടെ വന്നു, പഠിച്ചു. ഇപ്പോൾ ഒരു 5-6 മന്ത്സ് ഇന്റേൺഷിപ്പ് ഇരിക്കുക തന്നെ എനിക്ക് ജോലി കിട്ടി. ഭയങ്കര ഒരു സർപ്രൈസ്. കാരണം ബികോം കഴിഞ്ഞിട്ടും എനിക്ക് ജോലി കിട്ടിയില്ല, അക്കൗണ്ടന്റ് ഫീൽഡിൽ പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു കോഴ്സ് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അൺലേണിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അൺലേണിൻ്റെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടുത്തെ മെൻറ്റേഴ്സ് ആയിരുന്നാലും എംപ്ലോയീസ് ആയിരുന്നാലും പോരാത്തന്നെ എൻ്റെ കൂടെ പഠിച്ച കൊളീഗ്സ് ആയിരുന്നാലും ഇപ്പോഴും ഞങ്ങൾ നല്ല കണക്ഷനുണ്ട്. കൊളീഗ്സ് ആയിട്ടും മെൻറ്റേഴ്സ് ആയിട്ടും ഇവിടെ നമുക്ക് എപ്പോഴും ആണെങ്കിലും ഡൗട്ട് വയ്ക്കാൻ വിളിക്കാം. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. സ്റ്റിൽ നമുക്ക് കണക്ഷൻ ഉണ്ട്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് എന്ത് പ്രശ്നം വന്നാലും ഇവിടെ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ അൺലേൺ ചൂസ് ചെയ്യാനായിട്ടൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഫാമിലിയിൽ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കേട്ടപ്പോൾ ഒരു ഫസ്റ്റ് ടൈം അവർ കേൾക്കുന്നതായിരുന്നു. ലൈക്ക് ഞാൻ ബികോം കഴിയുന്നു, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ജോലി കിട്ടിയപ്പോൾ അവർക്ക് അവർ ഹാപ്പിയായി. സിദ്ധാർത്ഥിനൊരു നേരത്തെ കൂട്ടി ഒരു ഐഡിയ ഉണ്ടായിരുന്നോ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെയായിരിക്കും പഠിക്കാൻ പോകുന്നത്? എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയത്തില്ല. ജസ്റ്റ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്നൊരു വാക്കിൽ വന്നതാണ്. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാം. ഓക്കെ. ഇപ്പോൾ ജോലി ചെയ്യുന്നത് എവിടെയാ? ഇപ്പോൾ ഞാൻ ട്രിവലോജിക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ടെക്നോളജീസ്, അതിൻ്റെ കൂടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ SEO അനലിസ്റ്റ് ആയിട്ട് ഞാൻ സ്റ്റാർട്ടപ്പ് കമ്പനിയിലെ ഫസ്റ്റ് എംപ്ലോയി ആയിരുന്നു. വെരി ഗുഡ്. അങ്ങനെ ഇപ്പം ഞാൻ അവിടുത്തെ ഒരു ടീം ലീഡർ എന്ന രീതിക്ക് വർക്ക് ചെയ്യും. കമ്പനിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജോബിൽ? വർക്ക് ചെയ്യുന്ന ജോബിൽ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. കാരണം ഇവിടെ നമുക്ക് പറഞ്ഞത് ഫസ്റ്റ് ടൈമേ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് കിട്ടത്തില്ല എന്നായിരുന്നു. പക്ഷേ ബൈ ലക്ക് എനിക്ക് കിട്ടിയത് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് തന്നെ. ഉദ്ദേശിച്ച അത് തന്നെ കറക്റ്റ് കിട്ടുകയും ചെയ്തു. ഇപ്പം ഓൾമോസ്റ്റ് 6 to 7 ക്ലയൻസിന്റെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഞാനാണ് ചെയ്യുന്നത്. എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കമ്പനിയുടെ വേണ്ടിയിട്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ ഫസ്റ്റ് ടൈം സോഷ്യൽ മീഡിയ ഒരു മെറ്റാഡ് റൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 1 ലീഡായിരുന്നു. അതെനിക്ക് നല്ല രീതിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം ആസ് എ ഫ്രഷർ അവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി, എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ 6 months ഓഫ് ഇന്റേൺഷിപ്പ് ചെയ്തു, ഇത്രയും പഠിച്ചു, എന്നിട്ടും ഒരു ലീഡെന്ന്. ബട്ട് ഞാൻ ഹാപ്പി എന്ന് വെച്ചാൽ ലാസ്റ്റ് മന്ത് അബൌട്ട് 82 ലീഡ്സ് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റി. അപ്പം ലൈക്ക് ഇപ്പം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് സോഷ്യൽ മീഡിയ മെറ്റാ ആഡ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ. അപ്പോൾ ഇനി അൺലേൺ ചൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവിടെ ഒന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നിങ്ങളുടെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് എങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് എൻക്വയറി ചെയ്താൽ അവർ ഫസ്റ്റ് ബേസിക്സ് തൊട്ടുള്ള കാര്യങ്ങളാണ്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അൺലേൺ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ആയിരുന്നാലും ഒരു വൈബായിരുന്നാലും പഠിക്കാനായിരുന്നാലും ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങിയ ജോലി കിട്ടും, അത് ഉറപ്പ്. കാരണം എൻ്റെ കൂടെ പഠിച്ച ബാച്ചിൽ എല്ലാവർക്കും ജോലി കിട്ടും. അപ്പോൾ അതിൽ വലിയ ഒരു എക്സാമ്പിൾ എനിക്കിനി പറയാൻ ഇല്ല. അതാണ് അൺലേൺ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ലൈക്ക് ഇൻ ട്രിവാൻഡ്രം ഇറ്റ്സ് ദ ബെസ്റ്റ്. ഓക്കെ.
സോ താങ്ക് യു സോ മച്ച് സിദ്ധാർത്ഥ് ഇവിടെ വന്നതിന് നമ്മളോട് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. ഓക്കെ, താങ്ക് യു.